ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കൊണ്ടിട്ടുള്ള ഒരു ലഡുവാണേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ ലഡുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പിൽ വെക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കുറച്ച് നട്ട്സ് നമുക്ക് വറുത്ത് ഊരിയെടുക്കാം. അതേ പാത്രത്തിലോട്ട് തന്നെ വറുത്തതോ വറക്കാത്തതോ ആയ 1 കപ്പ് റവ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്ക് ഇളക്കിയതിന് ശേഷം 1 നുള്ളു ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ കൂടിയിട്ട് ചേർത്തു. തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വറക്കാം. വറുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് റവ ഒന്ന് മാറ്റി വെക്കാം. പിന്നീട് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്കായിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ ഏലക്കാപ്പൊടി കൂടിയിട്ട് ചേർത്ത്. നമ്മൾ മറ്റൊരു പാത്രത്തിൽ കുറച്ച് പാലും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ പഞ്ചസാര പാനിയിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഈ പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. പിന്നീട് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറേശ്ശെ പാലും കൂടിയിട്ട് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് ലഡുവിൻ്റെ പരുവത്തിൽ ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ കാണുമ്പോൾ ഒരു ലൂസായിട്ട് തോന്നും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തെ ഇതങ്ങ് കട്ടിയായിക്കോളും. അങ്ങനെ നമ്മുടെ റവ ലഡു ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.